സോഷ്യൽ മീഡിയക്ക് നിയന്ത്രണം വേണം. ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് പണ്ഡിറ്റ്, യൂട്യൂബറും ബിഗ് ബോസ് താരവുമായ സായി കൃഷ്ണ, ആറാട്ടൺ എന്നറിയപ്പെടുന്ന സന്തോഷ് വർഗ, നമ്മുടെ ആറാട്ടണ്ണൻ, പിന്നെ ഒരു അലൻ ജോസ് പെരർ, ഇവരൊക്കെ ആൾക്കാർ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും. ഞാൻ ഇതുവരെ ഒരു കോമാളിത്തം മണപ്പൂരം കാണിച്ചിട്ടില്ല. അയ്യോ പാവം. അപ്പൊ ഈ നടിമാരെയൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി. സന്തോഷ് ജി എപ്പോ വന്നാലും പറയുന്നതാ ന്യൂസ് ഇടുന്നതിനാ, ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ. സന്തോഷ് ജി എങ്ങനെ പോപ്പുലറായ? പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു. ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല. നടന്മാർക്കും കൈ കൊടുക്കും, നടിമാർക്കും കൈ കൊടുക്കും. നടിമാർക്ക് കൈ കൊടുക്കുന്നത് മാത്രമേ വരുള്ളൂ. നടന്മാർക്ക് കൈ കൊടുത്താൽ കൊടുത്തോടനെ വലിക്കും, നടന്മാർക്ക് കൊടുത്താൽ വലിക്കാറില്ല. റീച്ച് ചെയ്തിട്ട് 3 കാര്യങ്ങൾക്കാണ്. 1 കോമാളിത്തരം, 2 അപരാധം, 3 അഡൽട്ട. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാ? കണ്ണനി പരിപാടി നിർത്തൂ. പല നിർത്തുന്നില്ല. എന്ത് ഇവര് നിർത്തുന്നു അന്ന് അദ്ദേഹം പണി നിർത്തും. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. സന്തോഷ് പണ്ഡിറ്റ് ബാക്കിയുള്ളവരുടെ അന്ന് ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജമാണ്, ഇവർ 3-ാം ഗ്രേഡ് ചാനൽ മാത്രമാണ്. നായമാണോ ഏത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചുകൊണ്ടാലും സായിയോട് സായി എന്റെ കോമാളത്തിൽ എടാ നിന്റെ 3-ാം ഗ്രേഡ് ചാനൽ ചോദിച്ചത്.